യേശുദമ്പുരാൻ ഇപ്രകാരം അരുളിച്ചെയ്തു, നിങ്ങൾ വിധിക്കരുത്, എന്നാൽ നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. എന്തെന്നാൽ നിങ്ങളെ വിധിക്കുന്ന വിധിപ്രകാരം നിങ്ങൾ വിധിക്കപ്പെടുകയും നിങ്ങൾ അളക്കുന്ന അളവിൻ പ്രകാരം നിങ്ങൾ അളന്നു കിട്ടുകയും നിങ്ങൾക്ക് അളന്നു കിട്ടുകയും ചെയ്യും. സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദരന്റെ കണ്ണിലുള്ള കരട് നോക്കുന്നത്, അഥവാ നിന്റെ കണ്ണിൽ കോലിരിക്കുമ്പോൾ നിന്റെ സഹോദരനോട് നിന്റെ കണ്ണിൽ നിന്ന് കരടിനെ എടുത്തു കളയട്ടെ എന്ന് ചോദിക്കുന്നതിന് കപടഭക്ത, ആദ്യമായി നീ സ്വന്തം കണ്ണിൽ നിന്ന് കോലിനെ മാറ്റിക്കളയുക. അപ്പോൾ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് മാറ്റുവാൻ നിനക്ക് സ്പഷ്ടമായ കാഴ്ചയുണ്ടാകും. പരിശുദ്ധമായത് നിങ്ങൾ നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മാണിക്യരത്നങ്ങൾ പന്നിയുടെ മുമ്പിൽ ഇടുകയും വരുത്. അങ്ങനെ ചെയ്താൽ അവ കാലുകൊണ്ട് ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ തന്നെ ചീന്തിക്കളയുകയും ചെയ്യും. യാചിപ്പീ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീ നിങ്ങൾക്ക് തുറക്കപ്പെടും. എന്തെന്നാൽ യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവനെ കണ്ടുകിട്ടുന്നു, മുട്ടുന്നവനെ തുറക്കപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ആരെങ്കിലും അപ്പം ചോദിക്കുന്നവനെ കല്ലെടുത്തു കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ അതിന് ഒരു പാമ്പിനെ കൊടുക്കുമോ? ദോഷികളാ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയുന്നവരാകുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകും. മനുഷ്യർ നിങ്ങൾക്കായി എന്തെല്ലാം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം തന്നെ നിങ്ങൾ അവർക്കായി ചെയ്യുവീൻ. ന്യായപ്രമാണവും ദീർഘദർശിമാരും ഇത് തന്നെയാണെന്ന് പറയുന്നത് എന്ന് നമ്മുടെ കർത്താവ് അരുളിച്ചെയ്തു. ശൈനോ ലഖുൽഖൂ